നമസ്കാരം. ഓണം സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണസദ്യയിലെ ലളിതവും ഏവർക്കും പ്രിയപ്പെട്ട നാടൻ രുചിയിലുള്ള പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. പരിപ്പ് കറിക്ക് ചെറുപയറാണ് ആവശ്യം. ആദ്യം 1 കപ്പ് ചെറുപയർ നന്നായി കഴുകി നമുക്ക് ചീനച്ചട്ടിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെച്ച പയർ അത്യാവശ്യം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയ തരിയൊക്കെ ഉണ്ടാവാം, കുഴപ്പമില്ല. അതിന് ഞാനൊരു മുറത്തിലേക്ക് മാറ്റി അതിൻ്റെ മുകളിലുള്ള ഊമിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോഴേക്കും അതിലേക്കുള്ള വേസ്റ്റ് എല്ലാം പോകും. ഇനി നമുക്ക് കുക്കറിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പയറും കുറച്ച് വെള്ളവും അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണേ. കുറച്ച് ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കർ അടച്ച് 4 വിസിൽ വരെ വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ, 1 പച്ചമുളക്, 1-2 ആവാം. എൻ്റെ പച്ചമുളക് നല്ല എരിവുണ്ട്. 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കരിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്ന പയറിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ചൂടാക്കാം. തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/2 ടീസ്പൂൺ കുരുമുളകും ചേർക്കുക. ഒന്ന് ചൂടായതിന് ശേഷം 1 പിടി കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് അടച്ച് വയ്ക്കാം. ആവശ്യമായ സമയത്ത് മാത്രം നമുക്ക് എടുക്കാം. നല്ല കുറുകിയാണ് ഇരിക്കുന്നത് പരിപ്പ് കറി. ചോറിനൊപ്പം പപ്പടം നെയ്യും ചേർത്ത് അടിപൊളി പരിപ്പ് കറി റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓണം സീരീസിൻ്റെ അടുത്ത എപ്പിസോഡുമായി ഉടൻ തന്നെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.